നമുക്ക് ചെറിയൊരു ബ്രീഫ് അനാലിസിസ് നടത്താം അബൌട്ട് EVs ഓഫ് 2025. ഫസ്റ്റ് നമുക്ക് ദ ഇന്ത്യൻ ബ്രാൻഡ് മാരുതി EV തരാം. പെട്രോൾ ഓടിച്ചും ഡീസൽ അടിച്ചും ഓടിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് മാരുതി ആയതിൻ്റെ പേരിൽ EVയിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. മാരുതിയുടെ സർവീസ് സെൻറ്റർ അത്രയും ഉള്ള സർവീസ് സെൻ്ററാണല്ലോ, ഷോറൂംസും. അവിടെയൊക്കെ ഓരോ ചാർജിങ് സ്റ്റേഷൻസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറും സോർട്ടഡ് ആവും. നെക്സ്റ്റ് ഈസ് ക്രെറ്റ EV. ക്രെറ്റ EV ആക്ച്വലി ലുക്സ് ലൈക്ക് എ പ്രോപ്പർ കാർ. ഒരു EV ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഹ്യുണ്ടൈ ആയതുകൊണ്ട് കുറേ അധികം ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ടാവും. നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. പക്ഷേ B6 ഈ വർഷത്തെ അവാർഡ് കൊടുക്കാൻ പറ്റിയ ഗെയിം ചേഞ്ചർ വണ്ടി B6 തന്നെയാണ്. ബട്ട് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ്, നല്ല രീതിയിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ലുക്സ്, പിന്നെ അതുപോലുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഒല പോലെ ആവരുത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ടാറ്റയ്ക്ക് ഇപ്പോൾ നല്ല ഫൈറ്റാണ് വരുന്നത്, നല്ല കോമ്പറ്റീഷനാണ് വരുന്നത്. ടാറ്റയിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ടാറ്റ ആദ്യം ഞാൻ കരുതിയത് കർവായിട്ട് ഭയങ്കര കമ്പാരിസൺ വരും എന്നാണ് കരുതിയത്. ഇപ്പോൾ പ്രൈസ് റേഞ്ച് കഴിഞ്ഞപ്പം സെഗ്മെന്റ് ഹെഡാണ്. ആൻഡ് ടാറ്റ ഈസ് ഹാവിങ് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ. സിയാറ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സിയാറ വരുന്നുണ്ട്. സിയാറ അവർ എന്താണേലും അതിനുള്ള ഒരു ആൻസർ ആയിരിക്കും കൊടുക്കുന്നത്. സെഗ്മെന്റ് ആയിരിക്കും അല്ലേ? ആ സെഗ്മെന്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹാരിയർ EVയും വരുന്നുണ്ട്. സിയാറ ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ സെഗ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. ടൊയോട്ട EV കസ്റ്റമർ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന, കസ്റ്റമേഴ്സിന് ഒരു പ്രീമിയം ഫീല് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ടൊയോട്ട കൊണ്ടുവരും. അപ്പോൾ ഈ മറ്റേ ഫോർച്യൂണറോ ഇന്നോവയൊക്കെ ഉള്ളവർ അന്നൊരു EV എടുത്തേക്കാന്നുള്ള രീതിയിൽ ടൊയോട്ട അല്ലേ എന്നുള്ള രീതിയിൽ ലോയലിസ്റ്റുകളുണ്ടല്ലോ. പക്ഷേ ടൊയോട്ട EV ഇറക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മാരുതി ഇറക്കും. എന്തായാലും ഇറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്.